ഹായ് ഹലോ നമസ്കാരം. ഇന്ന് രാവിലെ ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ പാവലിൽ 2 പാവയ്ക്ക നിൽപ്പുണ്ട്. എന്നാൽ ഇന്ന് പാവയ്ക്ക തീയൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ പാവയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് 2 എണ്ണം. പിന്നീട് കുറച്ച് സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ താരമായ നമ്മുടെ നാളികേരം അതൊരു മുറിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് വേണ്ട പൊടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തരം പൊടികളാണ് അതിലേക്ക് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഈ തേങ്ങ വറുത്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വറുത്തത്. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ പൊടികൾ മൂന്നും, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതും കൂടി അതിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചച്ചുവ മാറ്റിയെടുക്കണേ. പക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ പൊടികൾ ചേർക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോട്ടോ. ഇനി ഇത് ചൂടാറാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മളിത് വറുത്ത ആ പാത്രത്തിൽ തന്നെ സവാള നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പാവയ്ക്ക ഉണ്ടല്ലോ, ആ പാവയ്ക്കും കൂടി അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതൊന്ന് അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് അപ്പോഴാണ് അതിൻ്റെ ശരിക്ക് വെള്ളമൊന്നും ചേർക്കത്തില്ല. അത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും. വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ടായിരുന്നു, വാളംപുളിയും കൂടി പിഴിഞ്ഞൊഴിക്കുകയും. അപ്പോൾ ഞാൻ ഇത് ആരൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇതൊന്ന് അടച്ചു വെച്ച പാവയ്ക്ക ഒന്ന് മൂത്തിട്ടുണ്ടാവും. ആ മൂത്തയിലേക്ക് ഞാൻ ഈ പുളി പിഴിഞ്ഞ് ആ വെള്ളം അതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി ഇത് വഴറ്റിയെടുക്കും കേട്ടോ. എന്നിട്ടാണ് കറിവേപ്പിലയും കൂടെ അതോടൊപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അരച്ചു വെച്ച തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ, അത് അരച്ചത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ അരച്ച മിക്സിയിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ തേങ്ങ വറുത്തരച്ച ആ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ സൂപ്പർ നമ്മുടെ പാവയ്ക്കക്കറി റെഡിയായി.